ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നിർണായകമായ തലമുറ കൈമാറ്റത്തിലേക്ക് നീങ്ങുന്ന സമയം കൂടിയാണിത്. വളരെയേറെ ആശങ്കയോടും അതിലേറെ പ്രതീക്ഷയോടെയാണ് ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയെ കൂടുതലും നോക്കിക്കാണുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും നിരവധിയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹം പൊലിഞ്ഞ ശേഷം ഇന്ത്യയുടെ ആദ്യ പരമ്പര കൂടിയാണ് ഇതെന്ന് പറയാം. പക്ഷെ അതൊന്നുമല്ല ഈ പരമ്പരയെ വേറിട്ട് നിർത്തുന്ന ഘടകം എന്നത്. ഇന്ത്യൻ യുവനിര ആദ്യമായി ഒറ്റയ്ക്ക് പരീക്ഷണം നേരിടാൻ വിദേശ മണ്ണിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. അതും ക്രിക്കറ്റിന്റെ ജന്മഭൂമിയായ ഇംഗ്ലണ്ടിലേക്കാവുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെയധികവുമാണ്. നിർണായക മാറ്റങ്ങളും അതുപോലെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടന്ന ചില ദിവസങ്ങൾക്ക് ശേഷമാണ് എല്ലാം കലങ്ങി തെളിയുന്നത്. IPLന്റെ അവസാന ഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്ന വേളയിൽ ഇന്ത്യയുടെ മുതിർന്ന താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത് ശർമ്മയും ഏതാണ്ട് ഒരേ സമയം ടെസ്റ്റ് ക്രിക്കറ്റ് ഉപേക്ഷിച്ച സവിശേഷമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്യാമ്പ് നേരിട്ട ഷോക്ക് എന്നത്. പക്ഷെ അതിനെ കൃത്യമായി നേരിട്ട BCCI യുവനിരയെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. രോഹിത് ശർമ്മയുടെ വിടവാങ്ങലിനെ തുടർന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ പുതിയൊരു നായകനെ കണ്ടെത്തേണ്ട ആവശ്യവും വരികയുണ്ടായി. ഇതിനെ തുടർന്നുകൊണ്ട് കോഹ്ലിയും വിരമിച്ചതോടെ 4-ാം നമ്പറിൽ ആ പുതിയ ആളെ പരീക്ഷിക്കുകയും ചെയ്യേണ്ട ആവശ്യം വന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും BCCI കണ്ടെത്തിയ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഗിൽ എന്ന താരം. അത്തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. നായകനായി ഗിൽ പരമ്പരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ സാധ്യത 11നെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കവെയാണ് 4-ാം നമ്പറിൽ യുവതാരം തന്നെ കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി മാറുന്നത്. നായകനായതിനാൽ തന്നെ ഗിൽ ഉണ്ടാവുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ല. ഇന്ത്യയുടെ ആദ്യ നിയുക്ത ഓപ്പണർ ജയ്സ്വാൾ ആയിരിക്കും എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. രോഹിത്തിന് പകരം KL രാഹുൽ ആയിരിക്കും രണ്ടാമത്തെ ഓപ്പണറായി വരിക. സായി സുദർശൻ 3-ാം സ്ഥാനത്തും അതുപോലെ ഗിൽ 4-ാം സ്ഥാനത്തും കോഹ്ലിക്ക് പകരം സ്ഥാനം ഏറ്റെടുക്കുന്നതായിരിക്കും. ബാറ്റിംഗ് പൊസിഷനുകളിൽ മാറ്റം ഉണ്ടായാൽ പോലും ഈ 4 പേരും ആദ്യ 4-ൽ തുടരുന്നതുമായിരിക്കും. നിലവിൽ ഇന്ത്യയുടെ 5-ാം നമ്പർ കളിക്കാരൻ കരുൺ നായർ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനെയോ നിതീഷ് കുമാർ റെഡ്ഡിയെയോ പോലുള്ള ഒരാളെ 5-ാം നമ്പറിൽ പരീക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും കുറച്ചു കാലമായി ഇന്ത്യയുടെ 6-ാം നമ്പറിലും 7-ാം നമ്പറിലും കളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തുടരുന്നതായിരിക്കും. ഇരുവരും മുമ്പ് ഇംഗ്ലണ്ടിലും ഇതേ സ്ഥാനങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിതീഷിന് പകരം താക്കൂർ 8-ാം നമ്പറിൽ കളിക്കുന്നതായിരിക്കും. അതുപോലെ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഇംഗ്ലണ്ടിൽ കളിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പ്രസിദ്ധ് കൃഷ്ണയാവും 4-ാമത്തെ പേസറായി വരിക. ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ഗിൽ, കരുൺ നായർ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, താക്കൂർ, ജസ്പ്രീത് ബുംറ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും നിലനിൽക്കുക.